ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച സമാധാനപരമായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഏറ്റവും സമാധാനപരമായ അഭിപ്രായം പറഞ്ഞത് KSUവും MSFുമാണ്. പ്രതിപക്ഷ നേതാവും ഉപനേതാവും വിദ്യാർത്ഥി നേതാക്കളോട് സംസാരിച്ചിരുന്നു എന്ന് മനസ്സിലായി. തന്റെ കാർ തടയാൻ KSUക്കാരെ പറഞ്ഞുവിട്ടത് ആരെന്നും തനിക്ക് മനസ്സിലായി എന്നും മന്ത്രി പറഞ്ഞു. 15 വിദ്യാർത്ഥി സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിലെ പൊതുവിലെ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളവും മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും വളരെ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ഇടപെട്ടത്. അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുക ഉണ്ടായി. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അവസാനം തെറ്റിദ്ധാരണകൾ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. +1 സീറ്റ് പ്രതിസന്ധി മലപ്പുറത്തെ പ്രശ്നമാക്കി ചുരുക്കേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രശ്നത്തെ പ്രാദേശികമായി ലഘൂകരിക്കരുത്. സാമ്പത്തികമായി ഞെരുക്കമുണ്ടെങ്കിൽ അത് കൂട്ടായി ആലോചിക്കാം. ഉദ്യോഗസ്ഥർ പറയുന്ന കണക്കിനപ്പുറം മന്ത്രി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒന്നാമത് ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഉൾപ്പെടെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലൊക്കെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയായികയുണ്ട്. കോഴിക്കോട് ജില്ലയിലില്ലേ, പാലക്കാടില്ലേ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ കൂട്ടിലിടുന്ന മാതിരി ഇത്ര സീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇത്ര ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ എഴുതി തരുന്ന ഈ കണക്ക് ഇത് ജനപ്രതിനിധികളായ നമ്മൾ പറയുന്ന ഈ പ്രായോഗിക പ്രശ്നമായിട്ട് സത്യത്തിലൊരു ബന്ധമില്ല. അതുകൊണ്ട് സാമ്പത്തിക ചെലവാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് വെച്ച് വർത്തമാനം പറഞ്ഞ് കൂട്ടായി ആലോചിക്കും. അല്ലാതെ ഈ പ്രശ്നത്തിനെ ഇങ്ങനെ പ്രാദേശികമായി ലഘൂകരിച്ച് കണ്ട് അവിടെ നിന്നുള്ള ഒരു കമ്മിറ്റി വെച്ച് എന്നിട്ട് അവർ തരുന്ന റിപ്പോർട്ട് ഇനി എന്താ നോക്കുക. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്. അവരെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞ അത് മാത്രം അംഗീകരിക്കുന്നവരാണോ കുഞ്ഞാലിക്കുട്ടി സാറും ഞാനും ഒക്കെ? നമുക്ക് അംഗീകരിക്കുന്ന വളരെ കുറവായിരിക്കും. നമ്മളത് ഈ ബ്യൂറോക്രസിയുടെ രീതി നമുക്ക് അറിയില്ല സാർ. നമുക്ക് അവരെ അങ്ങ് പരിപൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സാർ നമ്മൾ കൊണ്ട് തരുന്ന കണക്ക് 10 പ്രാവശ്യം ചെക്ക് ചെയ്യും. പലരെയും കൊടുത്ത് രഹസ്യമാർ ചെക്ക് ചെയ്യും. അതിനുശേഷമേ പറയുള്ളൂ. അങ്ങും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം സാർ.